15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ജനുവരി 20 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിൽ 91 സ്ഥിരം തസ്തികകളും 68 കരാർ തസ്തികകളും സൃഷ്ടിക്കാനും തീരുമാനമായി. കമലേഷ് ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ? ഷമി, പ്രധാനമായും ഈ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുക എന്നുള്ളതാണ്. വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി ഗവർണറോട് ശുപാർശ ചെയ്യുക എന്നുള്ളതാണ്. ഈ 15ാം കേരള നിയമസഭയുടെ 16ാമത് സമ്മേളനം ജനുവരി 20 മുതൽ വിളിച്ചു ചേർക്കാനാണ് ഗവർണറോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ടത്, ഈ കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിൽ 91 സ്ഥിരം തസ്തികകളും അതുപോലെ തന്നെ 68 കരാർ തസ്തികകളും ഉൾപ്പെടെ 159 തസ്തികകൾ സൃഷ്ടിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗം പോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ടത്, ഈ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ശമ്പള കുടിശ്ശിക അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കൂടി. 16 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതിൽ അവരുടെ 2024 ഏപ്രിൽ മെയ് മാസത്തെ ശമ്പള കുടിശ്ശികയായ 5,70,560 രൂപ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായി അനുവദിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം, ഈ കുട്ടനാടൻ പാടശേഖരങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈ പമ്പ് സെറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നതിനുള്ള തുകയാണ്. അക്കാര്യങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അനുവദിക്കുന്നതിന് വേണ്ടി ആയിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് 15ാം നിയമസഭയുടെ 16ാം നിയമസഭാ സമ്മേളനം ജനുവരി 20 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യുന്ന തീരുമാനം തന്നെയാണ്. ഷമി, കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.